സംഘപരിവാറിനും സിപിഎമ്മിനും ഒരേ സ്വരമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമി വിശദീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയത ആരോപിച്ച് മുതലെടുക്കാനാണ് സിപിഎം ശ്രമം നടത്തുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കക്ഷിയല്ലാഞ്ഞിട്ടും ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയവൽക്കരിക്കാൻ സിപിഎം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.വി. ഗോവിന്ദനും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും ഒരുമിച്ച് മത്സരിക്കുന്നത് കണ്ടു. എ.കെ.ജി. സെന്ററിൽ നിന്നും ബി.ജെ.പി. കേന്ദ്രത്തിൽ നിന്നും ഒരേ സ്വരമാണ് ഉയർന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതേ നിലപാടും പ്രസ്ഥാനവുമാണ് പിന്തുടർന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഫലം എതിരായപ്പോൾ പരാജയപ്പെട്ടതിന്റെ യഥാർത്ഥ കാരണം മറച്ചുവെച്ച് ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയത്. പിണറായി വിജയൻ കല്ലുവെച്ച കള്ളം പറയുന്നു. കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി NDAയെ പിന്തുണച്ചുവെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഘടകമില്ലെന്ന വസ്തുത അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചാണ് മുഖ്യമന്ത്രിയുടെ കള്ളപ്രചരണം. ബോധപൂർവം വർഗീയത ആരോപിച്ച് മുതലെടുക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പ്രസ്ഥാനം അതിന്റെ പ്രവർത്തകരെ വളർത്തിയെടുത്തു എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം ഇതെല്ലാം ഉണ്ടായിരിക്കുകയാണ് വളരെ ബോധപൂർവം ഈ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയെ ഭീകരവൽക്കരിച്ചുകൊണ്ട് മറുഭാഗത്ത് തങ്ങളുടെ ലക്ഷ്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ നിലമ്പൂരിലും അത് തന്നെയാണ് സംഭവിച്ചത്. നമ്മൾ ശ്രദ്ധിച്ചോ, RSSനോട് സമീകരിച്ചുകൊണ്ട് RSS എന്ത് എന്നറിയാത്തവരല്ല CPM. ഇന്ത്യ രാജ്യത്ത് ഇന്ന് സംഘപരിവാറിന്റെ വംശീയ ഉന്മൂലന സിദ്ധാന്തത്തിന്റെ ഭാഗമായി വംശീയ ഉന്മൂലന ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. ഇവിടെ മോംലിജിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരാണ്, മസ്ജിദുകൾ തകർത്തുകൊണ്ടിരിക്കുന്നത് അവരാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഗർഭാപ്പസി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഒരുപാട് അപകടകരമായ പൗരത്വ നിയമം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അവരാണ്. ഈ അർത്ഥത്തിൽ രാജ്യത്തിന്റെ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്തെ മൈനോറിറ്റിക്ക് നേരെ അവരുടെ ജീവിതത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിനോട് ഈ രാജ്യത്തെ മൈനോറിറ്റിയെ ഉപമിക്കുക, ഈ രാജ്യത്തെ ജമാഅത്തെ ഇസ്ലാമിയെ ഉപമിക്കുക എന്ന് പറയുന്നിടത്ത് യഥാർത്ഥത്തിൽ CPM നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, ഇടതുപക്ഷം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന് വേരോട്ടം കിട്ടാത്ത കേരളീയ മണ്ണിൽ സംഘപരിവാറിന് വേരോട്ടം നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. നിലമ്പൂരിൽ തന്നെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക, നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പ്രസ്ഥാന ജമാഅത്തെ ഇസ്ലാമിയാണ്. സംഘപരിവാർ ചർച്ച ചെയ്യപ്പെട്ട CPM എന്ന വർഗ പ്രസ്ഥാനം വർഗീയതയിലേക്കുള്ള പരിണാമത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വിപ്ലവത്തിന്റെ 100 പൂക്കൾ വിരിയിപ്പിച്ച CPM വിദ്വേഷത്തിന്റെ 100 മരങ്ങൾ നട്ടുവളർത്തിയ പ്രസ്ഥാനമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സമീർ കാളിക്കാവ് അധ്യക്ഷത വഹിച്ചു. അമീർ VT അബ്ദുള്ള കോയ, സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി VPA ഷാക്കിർ, സമ്മേളനം ജനറൽ കൺവീനർ മുജീബ് റഹ്മാൻ വണ്ടൂർ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.